ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. എല്ലാവർക്കും ഞങ്ങളെ മിസ് ചെയ്തു. ആയിക്കോട്ടെ. അപ്പോൾ അതെ, നമ്മൾ ഇന്ന് കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഉള്ളിലോട്ട് പോകണം. അവിടെ കടുങ്കാവ് ദേവീക്ഷേത്രം കുഞ്ഞൊരു സുന്ദരി ഒരു അമ്പലമാണ്. കുഞ്ഞൊരു സുന്ദരി ഒരു അമ്പലത്തിൽ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒരു മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ പണ്ടത്തെ ഒരു നേർച്ച ഒരു വിളക്കും കൂടെ കൊടുക്കാണ്ട് അതും കൊടുത്ത് കുഞ്ഞിച്ചക്കപ്പന് ചോറും കൂടെ കൊടുക്കണം. അപ്പോൾ ഈ അമ്പലവും ഈ അമ്പലത്തിൻ്റെ കുളവും അതാണ് ഞങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവ് എനർജി നൽകുന്നത് കേട്ടോ. ഈ അമ്പലക്കുളത്തിൽ വന്ന് കാലും കഴുകി വെള്ളവും കുറച്ച് ദേഹത്തൊക്കെ തളിച്ചിട്ട് അമ്പലത്തിൽ കയറി ഞങ്ങൾ തൊഴുതിറങ്ങി കഴിയുമ്പം ഞങ്ങൾ എപ്പോൾ വന്നാലും പിള്ളേരുമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ തൊഴുതിറങ്ങി കഴിയുമ്പോൾ പിള്ളേർക്ക് അവിടെ ഒരു കുളിയുണ്ട്. കുളി മീൻസ് ജസ്റ്റ് ദേഹമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞങ്ങൾ തിരിച്ചു വരത്തുള്ളൂ. അപ്പം പണ്ടത്തെ ആ ഒരു ശാലീന സുന്ദരമായ അമ്പലമായതുകൊണ്ട് എന്തോ ഒരു പോസിറ്റീവ് എനർജി, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പോസിറ്റീവ് എനർജി ഉള്ളൊരു കുഞ്ഞൊരു അമ്പലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ അമ്പൂട്ടന് ചോറ് കൊടുക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ അമ്പലത്തിൽ ഞാൻ അന്ന് മൂന്നാം മാസമല്ല, എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവായെന്നറിഞ്ഞ ആ സമയത്ത് വീട്ടിൽ നിന്ന് എല്ലാവരും അമ്പലത്തിലോട്ട് വന്നപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും കൂടെ കയറി പോന്നിരുന്നു. അപ്പോൾ എനിക്കൊന്നൊരു 9ാമത്തെ ആഴ്ച എന്തോ ആയി. സ്കാൻ ചെയ്തപ്പോഴൊന്നും ഇതിൻ്റെ ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ദേവിയെടുത്ത് പറഞ്ഞു, ദേവി എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചോറ് നൽകിക്കോളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞുള്ള സ്കാനിങ്ങിൽ എനിക്ക് ഹാർട്ട് ബീറ്റൊക്കെ വന്ന് വാവയുടെ വളർച്ചയൊക്കെ കറക്റ്റായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ദേവി ഒരു കുഴപ്പം കൂടാതെ അമ്പൂട്ടനെ തന്നു. അപ്പം ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ. അങ്ങനെ പിന്നെ നമ്മൾ ചെക്കപ്പിന് ചോറ് കൊടുക്കാനായിട്ട് ഇവിടെ വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു 7ാം മാസം, അമ്പൂട്ടൻ 7ാം മാസമായപ്പം ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുത്തു. ഓരോരുത്തരായിട്ട് അവന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുക. 2 ചേച്ചി പെണ്ണന്മാരുണ്ട്, 7 കുഞ്ഞമ്മമാരുണ്ട്, അച്ചാമ്മയുണ്ട്, അച്ഛയുണ്ട്, പിന്നെ അവൻ്റെ അമ്മയായി ഞാനുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരും അവന് ചോറൊക്കെ കൊടുത്ത് ഹാപ്പിലി അവൻ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് ഞങ്ങൾ പിന്നെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുളത്തിലോട്ടാണ്. ആ കുളത്തിലിറങ്ങി അവിടെ ഒന്ന് പിള്ളേരെയൊക്കെ ഒന്ന് ദേഹമൊക്കെ ഒന്ന് കഴുകിച്ച് അവർക്ക് അവരുടേതായ ഒരു ഹാപ്പിനെസ് കേട്ടോ. അത് നമ്മളത് വിട്ടു കൊടുക്കണ്ട, കുഞ്ഞുങ്ങളല്ലേ. അങ്ങനെ അവരും കുളത്തിലൊക്കെ ഇറങ്ങി അവരവിടെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞ് നമ്മൾ അവരെ അകത്തോട്ട് കയറ്റി നമ്മൾ ഡ്രസ്സൊക്കെ ഇടിയിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് ചെയ്തത്. അന്നെന്തോ നമുക്ക് കുറച്ച് ഏടാകൂടങ്ങളൊക്കെ സംഭവിച്ചു. കാരണം കടകളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അതൊഴിച്ചാൽ ഇന്നത്തെ യാത്ര സൂപ്പർ ചില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ അമ്പുച്ചക്കപ്പൻ്റെ ചോറൂണും കഴിഞ്ഞ് ചേച്ചി പിള്ളേരുടെ കുളിയും കഴിഞ്ഞ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.